ഇന്നത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് വെറും 4 ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഇത്രയും നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ ഞങ്ങളെ ഈ വീഡിയോ ലാസ്റ്റോളം കാണണം. കണ്ടിട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ആക്കണം. എല്ലാവർക്കും നമസ്കാരം. എന്താക്കുന്ന എല്ലാവരും? ഞാനിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ സാധനം കാണിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ കണ്ടിനാലോ കാണാത്ത ആൾക്ക് വേണ്ടി ഞാനെന്നാ പറയുന്നത് കൊക്കോൻ്റെ കായ്. ചോക്ലേറ്റിനും കേക്കിലെല്ലാം ഇടുന്നില്ല കൊക്കോൻ്റെ പൗഡർ. ആ പൗഡർ ഉണ്ടാക്കുന്ന കായ്, കൊക്കോ കായ് നല്ല പൂത്തത്. ഒത്തൊരു കായ് 2 കായ് എനിക്കൊന്ന് കിട്ടിയില്ല ഞങ്ങളെ പ്രമീളത്തൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഈ കൊക്കോൻ്റെ കായിനെ നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നോക്കാം. നോക്കിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമ്മൾ ഇതിനെ പൊട്ടിച്ചിട്ട് ആദ്യം നോക്കാം. നോക്കിയിട്ടായിട്ട് നമുക്ക് ഇതിൽ എന്താക്കുന്നതെന്ന് തീരുമാനിക്കാം അല്ലേ? വരും നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം. വരും നല്ല ഉറപ്പുണ്ട്. എൻ്റെ കത്തി അങ്ങനെ തന്നെ ആയി, മൂർച്ച പൊട്ടാതെ കുറച്ച് ടൈമായി. നല്ല കട്ടിയുണ്ട് പുറമേലത്തെ കവർ. പൊട്ടിച്ചോ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴുപ്പുണ്ട്. പഴുപ്പല്ല നമുക്ക് പുറത്തെടുത്തേനെ അങ്ങനെ പൊക്കുന്ന അത്രയാണ് നല്ല പൊത്തിന്. പുറത്തെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ട് അത് രണ്ടിനെ കട്ടാക്കിയിട്ട് വെച്ചിന്. എൻ്റെ ഉള്ളിലെ പൾപ്പ് കിട്ടുന്നത് നല്ല ക്രീം കളറിൻ്റെ പൾപ്പ്. ഈ ക്രീം കളറിൻ്റെ പൾപ്പിൻ്റെ ഉള്ളിൽ ഓരോരു ചോള മാതിരിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വിത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിത്ത് എടുക്കണമെങ്കിൽ ഫസ്റ്റ് പൾപ്പ് എടുക്കണം. ഇതില്ലേ പൾപ്പ് നേരായിട്ട് ഇങ്ങനെ തിന്നോ, നല്ല ടേസ്റ്റ്. ഞാൻ ചെറുതിരിക്കുമ്പോൾ തിന്നിന്, ഇപ്പോൾ കുറേ ആയി തിന്നാട്ടെ. അപ്പോൾ തിന്നിട്ട് നോക്കുന്നു, കുറേ ദിവസമായി തിന്നാത്ത, കുറേ സമയമായി. നല്ല മധുരമുണ്ട്. തിന്നിട്ടായിട്ട് ഇതിൻ്റെ കാണിക്കാവോ, കുരു കാണിക്കാനൊക്കാവോ. അപ്പോൾ അത് തിന്നിട്ട് അതിന് തിന്നാനൊന്നും ഇല്ല, നമുക്കൊരു ടേസ്റ്റ് നല്ല പുളി മധുരവും പിന്നെ ഒരു മണ്ണുള്ളൊരു ടേസ്റ്റ്. ഇങ്ങനെ വായിൽ ഇങ്ങനെ ചപ്പിക്കാം, മുട്ടായി ചപ്പിക്കാം, നമുക്ക് ചപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തൊലിയിട്ട് നോക്കിയതാണ്, ഇങ്ങനത്തെ കുരുണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ വേണമെങ്കിൽ എല്ലാം ഇങ്ങനെ ചപ്പിച്ചിട്ട് കുരുവാക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ ഒന്നാകെ വെള്ളത്തിലിട്ട് കവിറ്റി ഇതിൻ്റെ മേലത്തെ ഞോളി പൾപ്പുണ്ടല്ലേ, ഇത് എടുക്കണം. അപ്പോൾ ചക്കച്ചോളൻ്റെ പൾപ്പുണ്ടാവില്ല, ചക്കച്ചോളം അങ്ങ് ഊമ്പുമ്പോൾ അങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ ഊമ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നല്ല കവിയിട്ട് നമുക്ക് ഉണക്കാം. വെള്ളത്തിലിട്ടിട്ട് കവിയിട്ട് ഒരു 2 വെയിൽ കുളിക്കണം. എന്തല്ലോ ഇന്ത്യ വെള്ളപ്പസ പോകണം. പോയ പിന്നെ ഇതിനെ വറുക്കണം. വറുത്തിട്ട് പിന്നെ പൊടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇതിനെല്ലാം ഒന്നുകിൽ തിന്നുവാ സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുകിൽ തിന്നിട്ട് കുരുവിനെ കവിയിട്ട് ഉണക്കും, അല്ലെങ്കിൽ ഇതിനങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കവിയിട്ട് ഉണക്കും. അപ്പോൾ ഞാൻ എന്തിനും ഉണക്കുന്നിട്ട് മുന്തി നിങ്ങൾക്ക് എനിക്കും കൂടി കാണിക്കാം. ഞാനിപ്പോൾ 4-5 കുറി കവിയിട്ട് എടുത്തിന്. ഞോളി ആയത് പോയിട്ട് ഞങ്ങൾ ഉണങ്ങിട്ടാകുമ്പോൾ അതിൻ്റെ ഞോളിയെല്ലാം പോകും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഊറ്റിയിട്ടുണ്ടല്ലേ, ഒരു അകാലത്തിൻ്റെ പ്ലേറ്റിലിട്ടിട്ട് ഉണക്കാൻ വെക്കാം. ഞോളി ഉണ്ട് പെട്ടിട്ട് വെക്കണം. വെള്ളപ്പസ ഉണ്ട് ഉണങ്ങിയിട്ടപ്പോൾ ശരിയാവുന്ന ഇരിക്കണം. ഞാനിതിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചിട്ട് വരണം. അത് നല്ല ഉണങ്ങിയ പിന്നെ നിങ്ങൾക്ക് ഞാൻ വെയിലത്ത് കാണിക്കാം. അങ്ങനെ ഉണങ്ങി നേരിട്ട് അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെക്കുന്നതാണ്. ഒരു 2 ദിവസം വെയിലത്ത് വെച്ചപ്പോൾ അതാ ഞങ്ങളെ കൊക്ക നല്ലോണം ഉണങ്ങിയിട്ട് കിട്ടീനി കൊക്കക്കുരു. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്കൊരു ചോക്ലേറ്റ് ആക്കിയെങ്കിൽ എന്തായാലും വിചാരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാം ഒരു 4 സ്പൂൺ എടുത്തിട്ട് ബണ്ണ എടുത്തില്ല, നമ്മൾ വീട്ടിൽ തന്നെ ആക്കിയ ബണ്ണ. പിന്നെ ഒരു 4 സ്പൂണ് പാൽപ്പൊടി, 4 സ്പൂണ് പഞ്ചാര, പിന്നെ ഒരു 8 വാനില എസൻസ് എടുത്തിന്. അപ്പോൾ ഇത്ര സാധനം മതി നമുക്ക് ചോക്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ കൊക്കൻ്റെ കുരു ഞങ്ങൾക്ക് പൊടിയാക്കിയിട്ട് എടുക്കണം. അത്ര പൊടിയാക്കുന്നിട്ട് മുന്തി ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഇത് കളയണം. തൊലി കളയണമെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് അതിനെ വറുക്കണം. അപ്പോൾ വേഗം പോയിട്ട് എടുത്ത് അതിനെ വറുത്തിട്ട് വന്നങ്ങനത്തെ. അപ്പോൾ കൊക്കൻ്റെ വിത്തിനെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചില്ല, മണ്ണിൽ ചീഞ്ചട്ടി ചൂടായിന്. നമുക്കിത് ഈ വിത്ത് ഇട്ടിട്ട് കൊടുക്കാം. വിത്ത് വറുക്കുമ്പോൾ നോക്കണം പെട്ടെന്ന് കരിഞ്ഞുകൊണ്ട്. അതിൻ്റെ തൊലി മാത്രം നല്ല കാണിച്ച് വെച്ചെങ്കിൽ മതി. പൊട്ടുന്നുണ്ട് നല്ലോണം കൊക്കൻ്റെ വിത്ത്.
ഇപ്പോൾ ആയിട്ടുണ്ടാവും. നമുക്ക് തീ ഓഫാക്കാം. തൊലിയെല്ലാം നല്ല കാഞ്ഞ പോലെ കണ്ടു പൊട്ടുന്ന കുറ്റിയേക്കുന്നില്ലേ, ബന്ധാക്കാവാ. അപ്പോൾ ഇതിൻ്റെ തൊലി എടുക്കണം. തൊലി എടുക്കാൻ കുറച്ച് ചൂടുണ്ട് ഇത്. അപ്പോൾ ഇത് കുറച്ച് തണിയിട്ടാവാം. ഇത് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പഞ്ചാരനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കാം. എന്താ നല്ല 2 തിരി തിരിച്ചങ്ങ് മതി. അപ്പോഴൊക്കെ നല്ല നൈസ് പൊടിയായത്. അപ്പം നമുക്ക് തൊലിയെടുക്കാം. നല്ല എളുപ്പത്തിൽ വരുന്നത് ഇങ്ങനെ ആക്കിയാൽ മതി. നല്ല ചക്കക്കുരു ചുട്ടിരി വെച്ച പോലെ ഉണ്ട്. ഇങ്ങനെ ആക്കിയാൽ കപ്പ വരുന്നു. തൊലി വന്നിട്ടായി. എന്താ തൊലി എടുത്തിട്ട് കൊണ്ടുവന്നു കുത്തല്ല. നമുക്കിതിപ്പോൾ പഞ്ചാര പൊടിച്ചത് മിക്സിയിലിട്ട് എടുക്കാൻ പൊടിച്ചിട്ട് എടുക്കാം. കുരു നല്ല കൊക്ക പൗഡർ പൊടിയായി. ഇനി ഞാൻ കുറച്ച് പഞ്ചാരം കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒരിക്കൽ കൂടി രണ്ടാമത് മിക്സിയിൽ തിരിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടിനി. ഇനി ബാക്കിയുണ്ട് പഞ്ചാരം കൂടി ഇട്ടിട്ട് രണ്ടാമതായിട്ട് തിരിച്ചിട്ട് നോക്കാം. ചോക്ലേറ്റ് ആക്കാൻ ഞാൻ ഒരു പാത്രം വെച്ചിനി. ഇനി ഞങ്ങൾ പാത്രം കുറച്ച് ബമ്പായി ബണ്ണിട്ടിട്ട് കൊടുക്കാം. ബണ്ണ ഉരി വെച്ച് ബണ്ണ ഉരിക്കൊണ്ടുണ്ട്. ബണ്ണ പാങ്ങൽ ഉരി എടുത്ത് നെയ്യാണോട്ടില്ല, ജസ്റ്റ് ഉരിയിട്ട് കിട്ടിയെങ്കിൽ മതി. വെണ്ണ ഉരിയിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കോക്ക പൊടിയും പിന്നെ പഞ്ചാരം പൊടിച്ചിട്ട് ഒക്കെ ആക്കിയിട്ട് വെക്കുന്നത് അതിനിട്ട് കൊടുക്കാം. ഒക്കെ തിരിച്ചു കൊടുക്കാം. പഞ്ചാരം ഒന്ന് കലങ്ങിയിട്ട് കിട്ടിയിട്ട് ഒക്കെ തിരിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ തിരിക്കണം. കട്ട കെട്ടാതെ അങ്ങനെ ചെറിയ തീയിൽ വെക്കും. തീവലിങ്ങനെ ആക്കണ്ട. അപ്പോൾ ഇത് മിക്സായിനി. ഇനി പാൽപ്പൊടി കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഊരിയിട്ട് വന്നിനി. പഞ്ചാരം കൊക്കപ്പൊടിയും പിന്നെ പാൽപ്പൊടിയെല്ലാം നല്ല മിക്സായിരുന്നതാണ്. ഇനി നമുക്ക് ഇനി ഒരു 2 തുള്ളി വാനില എസൻസ് ഇട്ട് കൊടുക്കാം. 2 തുള്ളി വാനില എസൻസ് ഇട്ട് കൊടുത്തു ഞാൻ. അങ്ങനെ എടുക്കാൻ നമുക്ക് തന്നെ മിക്സാക്കാം. അത് വെണ്ണയിൽ ഒരിച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. എപ്പോഴും അത് നൊര വന്നു ദൂരിനി ഇതിന് മതിയാവും. നമുക്കൊരു ട്രേയിൽ ഇട്ടിട്ട് കൊടുക്കാം. നൊര ഇപ്പം അടങ്ങും. 2 മിനിറ്റിൽ നൊര അടങ്ങിയപ്പോൾ ഒരു ട്രേക്ക് ഇട്ടിട്ട് കൊടുക്കാം. അത് നല്ല മെൽട്ടായിട്ട് റെഡി ആയിനി. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേ വെച്ച് ഇതിലിട്ടിട്ട് കൊടുക്കാം. ചോക്ലേറ്റ് മോൾഡ് ഇല്ലാണ്ട് എടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഐസ് ട്രേയിൽ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇതാ ഞാനെല്ലാം ട്രേയിലിട്ടിട്ട് വെച്ചിനി. ഒരൊക്കെ തട്ടിയിട്ട് കൊടുക്കാം. ടൈറ്റ് നിൽക്കട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിനെ ചോക്ലേറ്റ് എങ്ങനെ ആയിന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-1.5 മണിക്കൂറായിനി. ഉറച്ചിട്ട് കിട്ടീനി. അപ്പോൾ നമുക്കിത് ഡീമോൾഡ് ആക്കാം. ഇന്ന് നല്ല പാങ്ങൽ വന്നു ചോക്ലേറ്റ്. ഇത് നോക്കി ഞാൻ ഒരു വട്ടം കടിച്ചിട്ട് നോക്കുന്നത്. ഞാൻ നോക്കുന്നത് അടിപൊളി. ഫസ്റ്റ് ടൈം ആക്കുമ്പോൾ ഇത്ര നല്ലോണം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ലോണം വന്നു. അപ്പോൾ നിങ്ങളവിടെ എവിടെയെങ്കിലും കൊക്ക കിട്ടുന്നെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കിടാക്കത്ത് ചോക്ലേറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി എപ്പോഴും മെയ് മാസത്തിലല്ല കൊക്ക പൂക്കുന്ന കാലം. കൊക്ക പഴം എവിടെന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ എടുത്തിട്ട് ഭയങ്കര എളുപ്പത്തിലാക്കാൻ പറ്റുന്നു. 2-3 സാധനം മാത്രം മതി. അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ആക്കണം. ചോക്ലേറ്റ് ആക്കിയിട്ട് വന്നിട്ട് എന്നോടും പറയണം. അപ്പോൾ
പ്രമിളക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കോക്കോ ഫ്രൂട്ട് തന്നതിന്.